മച്ചാന്മാരെ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് ഫേമസായ കേരളത്തിൽ ആദ്യമായിട്ട് 13 DD കയറ്റിയ ഒരു ആറ്റം ഐറ്റത്തിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കിടിലം ബിസിനസ് നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ വലിയ ഫേമസായ ഒരു വണ്ടി നമ്മുടെ മൂൺവേയുടെ ചങ്ക്സ് എഡിഷനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ചങ്ക്സ് എഡിഷന് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്തത് വലിയ വ്യത്യാസമായിട്ട് ഇന്ത്യയിലാണ് കിടിലോടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് അണിയൂർ നമ്മുടെ ചെമ്പഴന്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ക്യാപ്ഷനിലും തമ്മിലും എൻ്റെ പിറകിലും കാണുന്ന പോലെ ഒരു കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു വണ്ടിയാണ്. 2018 ഇറങ്ങിയ സമയം മുതൽ തന്നെ വണ്ടി ഭ്രാന്തന്മാരുടെ ഇടയിൽ വലിയ ഹൈപ്പ് കയറ്റിയ ഒരു വണ്ടിയാണ് മൂൺവേ. നമ്മുടെ കേരളത്തിൽ തന്നെ വൈറലായ വണ്ടി എന്ന് പറയാം. കേരളത്തിലെ വണ്ടി ഭ്രാന്തന്മാർക്ക് മൂൺവേയെ കുറിച്ച് അറിയാത്ത ഒരു വണ്ടി ഭ്രാന്തന്മാരല്ലോ. ആ ലെവലിൽ വർക്ക് ചെയ്ത വണ്ടിയാണ്. കുട്ടൻസിൻ്റെ മായാജാലം ഈ വണ്ടിക്കകത്ത് കാണാൻ സാധിക്കുമെന്ന് എല്ലാവരും പറയുന്നതാണ്. അത് ശരിയാണ്. കാരണം അത് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലുള്ള മനസ്സിലാവും. അപ്പോൾ മച്ചാന്മാരെ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഇതിൻ്റെ 210 ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടി ഇന്റീരിയർ പൊളിയാണ്. അപ്പോൾ ആ ഒരു വലിയ സെഡോണാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പുറത്തുനിന്ന് ഒരു വണ്ടി കിടപ്പുണ്ട്. നമ്മൾ പക്ഷേ മെയിനായിട്ട് ഈ ചങ്ക്സ് വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടി റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പിനിടയ്ക്ക് ഞാൻ പാക്കേജ് പോയ ട്രിപ്പിനിടയ്ക്ക് ഈ വണ്ടി കണ്ടായിരുന്നു. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പം കേരളത്തിൽ വലിയ ഹൈപ്പ് കയറ്റിയ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വന്നേ. അപ്പോൾ ഇത് നമ്മുടെ ഈ മൂൺവേയുടെ കൊച്ചു മുതലാളിയാണ്. കൊച്ചു മുതലാളി വലിയ മുതലാളി കൊച്ചു മുതലാളി ചേട്ടൻ വണ്ടിയുടെ ക്ലീനർ, വണ്ടിയുടെ കാര്യങ്ങൾ സെറ്റാക്കുന്ന. പിന്നെ ഈ ചേട്ടനും വണ്ടിയുടെ ചേട്ടൻ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരാം. ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ വേറെ വണ്ടികളുമായിട്ട് ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് ഓണാക്കുന്ന സമയത്ത് ഒരാൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കും, ഓടി സൈഡിലോട്ട് വരും, ഡിക്കി അങ്ങ് തുറക്കും. അങ്ങനെ വൈറലായ നമ്മുടെ മൂൺവേയുടെ ചങ്ക്സ് എഡിഷൻ്റെ മാത്രം ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ തുടങ്ങിയോ? എൻ്റെ പേര് അഖിൽ. അഖിൽ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ പോയാൽ മൂൺവേ ഒരാൾ ഇതുവഴി ഇറങ്ങി ഓടും, ഡിക്കി അങ്ങ് വലിച്ചു തുറക്കും. ഡിക്കി എന്താണെന്ന് കണ്ടേ ചേട്ടാ? വരും, ഇപ്പോൾ ഡിക്കിയുടെ ഇത് പറഞ്ഞ് തന്നെ തുടങ്ങാം. വാ, ഡിക്കിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, കുട്ടൻസിൻ്റെ കാര്യങ്ങൾ എന്താണ്, എല്ലാം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ കൊള്ളായിരുന്നു. വിശേഷങ്ങൾ ഇപ്പോൾ കുട്ടൻ തിരുവമ്പാടിക്ക് ശേഷം ചെയ്ത വർക്കാണിത്. ഔട്ട്ഡോർ രണ്ടാമത്തെ വർക്കാണിത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തിരുവമ്പാടിയിലും ബാക്കിയുള്ള വണ്ടികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഔട്ട്ഡോർ ഉപയോഗിച്ചിരിക്കുന്ന JBLൻ്റെ സബ്ബായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പ്രൊഫഷണൽ സബ്ബാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ട്ഡോർ പ്രൊഫഷണൽ സബ്ബ്. ഈ സബ്ബ് തന്നെ വന്നിട്ട് 1000 വാട്ട്സ് ഉണ്ട്. പിന്നെ ഹുജയുടെ 15 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ചോദിട്ടാ, ഇതിൻ്റെ എടി എത്ര റേഞ്ച് വരെ കിട്ടും? ഇത് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ വയ്ക്കുന്ന സെയിം തന്നെ. ഉത്സവപ്പറമ്പിൽ സെയിം സാധനത്ത് ആമ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഉത്സവപ്പറമ്പിൽ ഉപയോഗിക്കുന്ന അതേ സെയിം സാധനമാണ് 1000 വാട്ട്സിന് 2500 വാട്ട്സിന്. അപ്പോൾ മൂൺവേയുടെ വീഡിയോ തുടങ്ങുമ്പോൾ ചങ്ക്സിന് തന്നെ റിവ്യൂ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ്. ഈ ഔട്ട്ഡോറിൽ നല്ല ഹൈ ക്വാളിറ്റി കിട്ടുന്നില്ല. തിരുവനന്തപുരത്ത് വേറെ വണ്ടി ഉണ്ടോ ഔട്ട് കിട്ടുന്ന ഇതുപോലെ ഡിക്കി വെച്ചിട്ടുള്ള? വേറെ വണ്ടി ഇല്ലെന്നാണ് നമ്മളുടെ വിശേഷം. വേറെ ജില്ലകളിലൊക്കെ നമ്മൾ കിട്ടില്ല മടുത്തുള്ള സെറ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് എൻ്റെ അറിവിൽ നമ്മുടെ മൂൺവേയുടെ ചങ്ക്സ് എഡിഷനുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ മൂൺവേയുടെ ഈ ചങ്ക്സ് എഡിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ലൈറ്റ് ആയാലും സൗണ്ട് വർക്ക് ആയാലും
വെളിയിൽ കിടിലമായിട്ട് കിട്ടുന്ന രീതിയിലാണ് അവർ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേ മനസ്സിലാവും. ഫ്രണ്ടിൽ പിക്സൽ വർക്കാണല്ലോ എല്ലാം. പിക്സൽ വർക്ക് ചെയ്ത് നമ്മൾ ഇറക്കി ഫസ്റ്റ് ഔട്ട് ആയപ്പോഴേക്കും RT വിഷയമായി. ഓൾറെഡി ഉള്ള പിക്സൽ മൊത്തം നമ്മൾ ഇറക്കി. നമ്മൾ തൽക്കാലം നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളേതിപ്പം ഇതിനു വേണ്ടി നമ്മൾ എടുത്ത് തൽക്കാലം ഇളക്കി മാറ്റുന്നത്. എങ്ങോട്ട് വിഷയം എന്ത് ഇളക്കാൻ പറഞ്ഞല്ലോ. ഫുൾ ഇളക്കാം. എങ്ങോട്ട് വിഷയം നമ്മൾ ടോപ്പ് ലൈറ്റും ബാക്കി പിക്സലും അടിയിലൊക്കെ മൊത്തം ലൈറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇളക്കേണ്ടി വന്നു. ആകെയുള്ളത് ഈ ഇതും പിക്സൽ. പിന്നെ ഈ ഒരു പിക്സൽ വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ രാത്രിയിലൊക്കെ വണ്ടി കാണുമ്പോൾ ഫ്രണ്ട് ഈ ഫുള്ളായിട്ട് എറിച്ച് നിൽക്കുന്ന കളറിൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പിക്സൽ ലൈറ്റ് മാത്രം മതി. നമുക്ക് ആ പിക്സലിൽ മൂൺവേയുടെ പേര് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഡോണിൻ്റെ ആ ഒരു ഐയിലും അവർ LED സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടി വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹൈ ലെവലാക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ വേറെ ലെവലിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മൂൺവേയുടെ ഈ വെളിയിൽ ആ ഒരു ഔട്ട്ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വേറെ ലെവലിലാണ് മൂൺവേയുടെ ചങ്ക്സ് എഡിഷൻ. മൂൺവേയുടെ ചങ്ക്സ് എഡിഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക പേർക്ക് അറിയായിരിക്കും. കാരണം അത്രയും ഹൈപ്പ് കയറിയ വണ്ടിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 13 DD കയറ്റിയ വണ്ടിയെന്ന് നല്ല വിശേഷമുള്ള വണ്ടിയാണ്. അപ്പോൾ മച്ചന്മാർ മൂൺവേയുടെ ചങ്ക്സ് എഡിഷൻ്റെ ഫ്രണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം ഈ കിടക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ 2011 ഇറങ്ങിയ 222 വീൽ ബേസിലെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചങ്ക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫ്രണ്ടിലെ പിക്സൽ ലൈറ്റ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ വെളിയിലുള്ള ഹൈലൈറ്റ്. അതുപോലെ തന്നെ സൗണ്ട് വർക്കിൻ്റെ കാര്യം പറയുമ്പോഴും വെളിയിലും സൗണ്ട് വർക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുണ്ട് സൗണ്ടിലെ ഈ ഒരു ആമ്പിൻ്റെ കാര്യം. ഔട്ട്ഡോറിൽ വേറെ ലെവൽ തന്നെയാണ്. കുട്ടൻസാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് പറയേണ്ട കാര്യവും കുട്ടൻസാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഔട്ടിൽ ഇങ്ങനൊരു സംഭവം അത് വേറെ ലെവൽ തന്നെയാണ്. ടിയോയുടെ പ്രത്യേകത എങ്ങനെയാണ്, ഇപ്പോൾ 2-3 വണ്ടിയൊക്കെ ഒരുമിച്ച് നിന്ന് സെറ്റ് ഇടുമ്പോൾ മുൻപേ അല്ല കിളി ഇറങ്ങി വരുന്നു, ഡിക്കി അങ്ങ് പോക്കുന്നൂടെ പാട്ടുണ്ട്. ഔട്ട്ഡോറിൽ വേറെ ലെവൽ തന്നെയാണ്. നമ്മളിപ്പോൾ ചങ്ക്സ് എഡിഷൻ്റെ അകത്തോട്ടാണ് കയറുമ്പോൾ ഫ്രണ്ടിൽ ക്യാബിൻ വർക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നല്ലൊരു റെഡ് കളർ തീമിൽ മിക്സറൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ക്യാബിൻ ഇവിടെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ 800 മൂവിങ് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടിൽ ഔട്ട്ഡോറിനാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടൻസിൻ്റെ മായാജലം കാണാൻ പോകുന്നുണ്ടോ മോനെ. വണ്ടിയുടെ അകത്തേക്ക് വരുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലൈറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. ബാക്കിലിട്ടുമ്പോൾ ഒരു വിൻമില്ല്, അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ഫോർഹെഡും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ സംഭവം ഇല്ല. അത്രയ്ക്ക് ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വർക്കിൻ്റെയും സൗണ്ട് വർക്കിൻ്റെയും കാര്യം പറയുമ്പോൾ മാരകം എന്ന് പറഞ്ഞാൽ മാരകം. കുട്ടൻസാണ് ഇതിൻ്റെ അകത്തുള്ള ഇന്റീരിയർ വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത്. താഴെ നോക്കുമ്പോൾ മനസ്സിലാക്കണം സ്മോക്കൊക്കെ വാരി അടിക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് ട്രിപ്പിനൊക്കെ അടിച്ച് പൊളിച്ച് പോകാൻ അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഹൈ ലെവൽ സാധനം തന്നെയാണ്. തിരുവനന്തപുരത്ത് എടുത്ത് പറയാവുന്നതിൽ ഇന്റീരിയർ വർക്കാവട്ടെ വലിയ ഔട്ട്ഡോർ ഷോയ്ക്കുള്ള വർക്കാവട്ടെ മാസ്മരികം തീർക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ മൂൺവേയുടെ ചങ്ക്സ് എഡിഷൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് വർക്കിൻ്റെ കാര്യം നോക്കുമ്പോഴും സൗണ്ട് വർക്കിൻ്റെ കാര്യം നോക്കുമ്പോഴും കേരളത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് 13 DD, ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് 13 DD വെച്ച് ഇറക്കിയ എഡിഷൻ. മോനെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതിന്റെ ഒരു എഫക്റ്റ് വേറെ ലെവലാണ്. കോളേജ് ട്രിപ്പിനൊക്കെ ഇതിൽ പോയാൽ വേറെ ലെവലാവും എന്ന് തന്നെ വേറെ ഒരു സംശയം വേണ്ട. അടുത്ത് നമുക്ക് ഈ വണ്ടിയുടെ അകത്തുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വണ്ടിയുടെ എല്ലാമായ നമ്മുടെ കിളിക്കാനോട് ചോദിച്ചാൽ മനസ്സിലാവും. ചേട്ടാ ഓൺ സ്മോക്കിന്റെ ഇടയിൽ നമുക്ക് അറിയാട്ടെ. കുട്ടാന്റെ ഈ വർക്കാണ് ചെയ്യുന്നത്. ഇതിൽ വെച്ച് ഏറ്റവും നല്ല വർക്ക് 13 DD വെച്ച് പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കി വന്നു. പിന്നെ നല്ല സൗണ്ട്, നല്ല കട്ട് സൗണ്ട്, കട്ടാവുകയാണ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്, എല്ലാം വെച്ച് പ്രൊഫഷണൽ. അതേപോലെ നമ്മൾ ഏത് കോളേജ് ട്രിപ്പിന് പോയാലും ആരും പരാതി പറയില്ല. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്തോളൂ. ഔട്ട്ഡോർ ഷോയ്ക്കല്ലേ ഇതിൽ മെയിനായിട്ട് ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ പിന്നെ അത് പറയണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പം വണ്ടിയൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇടുമ്പോൾ കിളിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കിളിയെ കഴിഞ്ഞു നോക്കുമ്പോൾ വെളിയിൽ കൂടെ ഇറങ്ങി ഓടി വരുന്നതാണ്. അതൊരു സ്റ്റൈലാണ് ഓടി വരുന്നത്. നമുക്കൊക്കെ ഈ ചേട്ടൻ്റെ പേര് പോലും നമുക്കറിയാം. പക്ഷേ ആ ഒരു വരവ് അതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം വരും ഡിക്കി അങ്ങ് തുറക്കും. പിന്നെ ഔട്ട്ഡോർ ഷോയാണ്. നമ്മൾ യാത്ര ട്രിപ്പ് പോയാലും നമ്മള് അങ്ങനെ പിള്ളേരോട് എൻജോയ് ചെയ്യുന്നു. അത് വലിയ വിജയമാണ്. അതാണ് ആ ട്രിപ്പിന്റെ വിജയം. കോളേജ് ട്രിപ്പിലൊക്കെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ആരും ഒരു പരാതിയും പറഞ്ഞു പോകരുത്. അത് പിന്നീട് കാലത്ത് നമുക്ക് അത് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പിന്നീട് ട്രിപ്പിൽ ഇന്ന പോലെ കേസിന്റെ കാര്യം തുടങ്ങുക
പിന്നെ ഈ വണ്ടിയിൽ ട്രിപ്പ് പോയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ചുമ്മാ വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ തന്നെ സ്മോക്ക് അടിച്ച് ലൈറ്റുകൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നങ്ങ് തിരിഞ്ഞ് നോക്കി നമുക്ക് അതിൻ്റെ ഒരു ഈ മറ്റേ മനോരമക്കാരൊക്കെ പറയും പോലെ അതേപോലെ തന്നെ ഇതേപോലെ തൂക്ക് ഒരു 10 എണ്ണം ഇവിടെ അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. 10 തൂക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ വിഷയം കാരണം മൊത്തം പോയി. ഇതും വെച്ചുകൂടാതെ നമ്മൾ തൽക്കാലം നമ്മളെടുത്ത് വെച്ചിടണം. കാരണം ഇത് ഊരി മാറ്റണം. അവിടെ നേരത്തെ ഇവിടെ തൂക്ക് പല ടൈപ്പിലുണ്ടായിരുന്നു. എന്തായാലും ഈ മൂൺലൈറ്റിന്റെ ഈ ഒരു എഡിഷൻ ഇറങ്ങിയപ്പം കേരളത്തിൽ തരംഗമായി എന്നതിൽ വേറെ ഒരു സംശയമില്ല. കാരണം നമ്മുടെ ഒവിനിലേക്ക് ഈക്കോ എഡിഷൻ ഇറങ്ങിയപ്പോൾ കേരളം മൊത്തം ഒന്ന് അറിഞ്ഞു. ആ ലെവലിലാണ് നമ്മുടെ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ. കാരണം ഇതിന്റെ അകത്ത് ലൈറ്റ് കയറ്റാനോ ഈ ബോക്സ് കയറ്റാനോ DD കയറ്റാനോ ഒരു ഇഞ്ച് സ്ഥലം ഇല്ലാത്ത രീതിയിലാണ് കുട്ടൻസ് ഈ ഒരു വണ്ടി ഇറങ്ങി വന്നല്ലേ. നമ്മള് ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ മെയിനായിട്ട് പരാതി പറച്ചിലാണ്. ബെർത്ത് ഇല്ല, അവർക്ക് വെക്കാൻ ബെർത്ത് ഇല്ലെന്ന് പരാതിയാണ്. അതിനുള്ള സൗകര്യം നമ്മൾ ഡിക്കാൻ ചെയ്തോളൂ. പക്ഷെ അവർക്കാണ് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ബെർത്ത് ഇല്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ കോളേജ് ട്രിപ്പിന് അത് ആവശ്യമില്ല. അവർക്ക് ബെർത്ത് ഉണ്ട്, അവർക്ക് ഇത് ഇത്തിരി കൂടുതൽ കിട്ടിയാൽ കൊള്ളുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ അകത്തുള്ള സംഭവം അത് വേറെ ലെവലാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു വണ്ടിയുടെ ഇപ്പൊ ലൈറ്റ് വർക്ക് എല്ലാം കണ്ടു, വെളിയിൽ നമ്മൾ ഔട്ട്ഡോറിനെ കണ്ടു. ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അതും കൂടെ 2018 ഇറങ്ങിയതാണല്ലോ കുട്ടൻസ് അല്ലെങ്കിലും നമുക്ക് ഇത്തിരി വിലയുള്ള ടീമാണ്. കാരണം നമ്മളെ വണ്ടിയും കുട്ടൻസ് ആണ്. ഇപ്പോഴും നമ്മള് കുട്ടൻസിൽ പോയിട്ടാണ് ഇനി വന്നത്. കുട്ടൻസിൽ എത്തിയപ്പോഴാണ് ഇതുപോലെ മൂൺവേട നമ്മുടെ ആൾക്കാരുണ്ടെന്നൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ വിളിച്ച് ഇവിടെ കോൺടാക്ട് ചെയ്ത് ഇനി വന്നേ. അപ്പോൾ എന്തിനാ കുട്ടൻസിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കൂടെ നമുക്ക് കേട്ടല്ലോ. ചങ്സിന്റെ ക്യാബിലാണ് ഇരിക്കുന്നത്. വണ്ടിക്കാരന്മാർക്ക് പ്രത്യേകിച്ച് പാക്കേജ് എന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഡ്രൈവറിന്റെ ഇപ്പുറത്തുള്ള ഈ ക്യാബിന്റെ സ്ഥലം. ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം സെഡോൺ ആണ്. അതിന് പറയുന്നത് ഇവിടെ പിക്സൽ 8 ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ഡാഷ്ബോർഡ് കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സെഡോണിന്റെ ആ ഒരു വ്യൂ, ആ ഒരു ഇഷ്ടം നമുക്ക് ഇവിടേക്കും തോന്നുന്നുണ്ട്. അടുത്ത് നമ്മുടെ വണ്ടിയുടെ എല്ലാമായി ചേട്ടനോട് ചോദിക്കുന്നത്, ചേട്ടാ അപ്പോൾ ക്യാബിനെ കുറിച്ച് പിന്നെ വണ്ടിയെ കുറിച്ച്, വണ്ടി ചേസ് ചെയ്തതാണ്. ചേസ് ലൈലാൻഡാണ് 210 അപ്പോൾ ക്യാബിൻ്റെ ഒക്കെ എന്തായാലും ഇന്റീരിയറും മറ്റു പാട്ടൊക്കെ ആയിട്ടൊക്കെ വേറെ ലെവലിലാണ്. അപ്പം ക്യാബിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ പോലെ ക്യാബിനെ പറ്റി പറയാനായിട്ട് നമ്മൾ കുട്ടൻചേട്ടനെ തന്നെ പറയുന്നത്. കുട്ടൻചേട്ടനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. വെച്ചാണ് ചെയ്തിരിക്കുന്നത്. കുട്ടേണ്ട വർക്കാണ് മൊത്തം. അപ്പോൾ ഇത് ടൂറോ അറിയാമല്ലോ, ടൂറോ സാധാരണ ക്ലിയറാണ്. നല്ല വീഡിയോ ക്ലാരിറ്റിയും ബാക്കിയുള്ളതുകൊണ്ട് ഡി വി ഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്യാബിൻ സ്റ്റീരിയോ, ക്യാബിൻ്റെ മാത്രം കിട്ടാൻ വേണ്ടി സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഇത് അകത്തേക്ക് വണ്ടി, ഇത് മിക്സർ. കുട്ടേണ്ട ഏറ്റവും നല്ല കില്ല വർക്കാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹെവി വർക്കാണ്. ഹെവി വർക്ക് കുട്ടേണ്ട. ബാക്കി പറയാം ഫ്രണ്ടിലാണ് DD വെക്കാൻ വേണ്ടി DD, 2 സ്പീക്കർ. ബാക്കി കുട്ടേണ്ട കലാവിരുദ്ധ മൊത്തം ഇതിലെ കാണിച്ചിട്ടുണ്ട്. മാജിക് വർക്ക് തന്നെയാണ് നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും മൂൺവേയുടെ ചങ്സ് എഡിഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വേറെ ലെവലെന്നാണ്, വേറെ ലെവൽ തന്നെ. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് ഈ ഒരു മൂൺവേയുടെ ചങ്സ് എഡിഷൻ്റെ ഒരു കിടിലൻ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഔട്ട്ഡോർ ക്വാളിറ്റി, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ലൈറ്റും വെളിയിൽ ഔട്ട്ഡോർ ഷോയ്ക്ക് കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കും കേരളത്തിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് 13 DD വെച്ച് ഇറങ്ങിയ വണ്ടി. അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പം ഒരു കിടിലൻ വണ്ടി, കേരളത്തിന് അറിയപ്പെടുന്ന മൂൺവേയുടെ ചങ്സ് എഡിഷൻ്റെ ഒരു കിടിലൻ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിപ്പം തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ എന്ന സ്ഥലമാണ് വണ്ടി നിൽക്കുന്നത്. ഇവർക്കിപ്പോൾ ഒരുപാട് വണ്ടിയുണ്ട്, നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ മൂൺവേയുടെ ചങ്സ് എഡിഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. Bye bye.